I would request you to step forward. അതായത് ഒത്തിരി നന്ദിയുണ്ട് ഇത്രയും വലിയൊരു ബാനറിലൊരു സിനിമയിൽ വരാൻ സാധിച്ചത്. എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തലസ്ഥാനം സിനിമ ഇറങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും ഒരു ആരാധന കലാപ്രധാനമാണ് സുരേഷ് ഏട്ടൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്ന് അങ്ങനെ ആകാൻ ശ്രമിക്കുന്ന ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തലസ്ഥാനത്തിലെ ഡയലോഗുകൾ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. അന്നോട്ട് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഫസ്റ്റ് പാട്ടിന്റെ ഷൂട്ടിൽ വെച്ചാണ് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. അങ്ങയുടെ ഇതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ പ്രവീൺ, നമ്മുടെ ഡയറക്ടർ പ്രവീണം, ഞങ്ങള് ഇതിന്റെ തുടക്കം തൊട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ 2021 തുടങ്ങുന്ന സമയത്ത് തൊട്ട് ഞങ്ങൾ ഇതിന്റെ യാത്ര തുടങ്ങിയതാണ്. തീർച്ചയായിട്ടും പ്രവീണിനോട് ഒത്തിരി തീർച്ചയായിട്ടും നന്ദിയുണ്ട്. അതുപോലെ സൈത്തേട്ടൻ, അന്തേട്ടൻ, ഇതിലുള്ള എല്ലാ ക്രൂസ് മെമ്പേഴ്സ് എല്ലാവരോടും നന്ദിയുണ്ട്. ടോട്ടൽ ഒരു 5 സോങ്സാണ്, 5 പാട്ടുകളാണുള്ളത്. പല ജോണറിലാണ് ഉള്ളത്. അത് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം, ഒരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി നന്ദി. ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ആ ഒരു മ്യൂസിക് എക്സ്ട്രാവഗൻസിക്ക് വേണ്ടിയിട്ട് തിയേറ്റർ. സോ എനിക്കൊന്ന് ഓവർ ടു യു, നമ്മുടെ സിംഗേഴ്സ്. കാരണം ആ ഒരു വലിയൊരു സെലിബ്രേറ്റിംഗ് മ്യൂസിക്, അതിന് ജീവൻ കൊടുക്കുന്നത് നിങ്ങളാണ് അല്ലേ? അപ്പോ സോൾ ഇവിടെ നിന്നാണെങ്കിൽ ജീവൻ നിങ്ങളിലാണ്. സോ ആ ഒരു ശബ്ദം അത് നിങ്ങളിലാണ്. സോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കും. ഞങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയാനാണെങ്കിൽ ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഒഫീഷ്യലി ഫസ്റ്റ് പ്ലേ ബാക്ക് സിംഗിങ് വേണമെങ്കിൽ പറയാം. മുമ്പ് ഞങ്ങൾ പാടിയിട്ടുണ്ട്. പത്മിനി എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഞാൻ പാടിയിട്ടുണ്ട്. അത് TK പത്മിനിയുടെ ഒരു ഓട്ടോബയോഗ്രഫി ആയിരുന്നു, അതിൽ പാടിയിട്ടുണ്ട്. അതല്ലാതെ ഞാൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. നമ്മുടെ ജീവിതം മുഴുവൻ ഞങ്ങൾ പാട്ടിന് വേണ്ടി സമർപ്പിച്ച ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ ഇങ്ങനൊരു പാട്ടിന് പ്ലേ ബാക്ക് സിംഗിങ്ങിലൊരു തുടക്കം, അത് നമുക്ക് ഇത്രയും വലിയൊരു ആക്ടറിൻ്റെ സിനിമയിലായാലും ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾ ബ്ലെസ്ഡ് ആണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഗിരീഷേട്ടനാണ് അതിനുള്ള എല്ലാ ക്രെഡിറ്റും. ഞങ്ങളെ കൊണ്ട് ഇത് ഇത്രയും പാടിപ്പിച്ചെടുത്തതിൽ ഒരുപാട് ഞങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളുടെ എല്ലാ ടാലൻസും സഹിച്ച ഒരാളാണ് ഗിരീഷേട്ടൻ. പിന്നെ 4 ലാംഗ്വേജിലും ഞങ്ങൾക്ക് പാടാൻ പറ്റുന്നുള്ളത് വളരെ വലിയൊരു ഭാഗ്യമാണ്. ആൻഡ് സന്നിധാനൻ്റെ കൂടെ ആണ് ഞങ്ങൾക്കത് പാടാൻ പറ്റിയത്. അത് ഞങ്ങൾ സ്റ്റാർ സിംഗറോട്ടെ ഫാനാണ് സന്നിധാനൻ്റെ. അപ്പോൾ എനിവേസ് ജസ്റ്റ് താങ്ക് യു മാത്രമേ പറയാനുള്ളൂ എല്ലാവരോടും. എല്ലാവരും ഈ പാട്ട് ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നന്ദി എല്ലാവരും. താങ്ക് യു പ്രവീണേക്ക ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. തീർച്ചയായിട്ടും താങ്ക്സ് ലോട്ട് ഫോർ ദി വേർഡ്സ് ആൻഡ് ഓവർ ടു യു. ഹലോ ഓൾ, എൻ്റെ പേര് കാഞ്ചന എന്നാണ്. ഞാൻ കുറച്ച് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും ഇങ്ങനൊരു വലിയൊരു പടത്തിൽ പാടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് സാറിൻ്റെ ഒരു മൂവിയിൽ പാടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഗിരീഷ് ഏട്ടാ, പ്രവീൺ ഏട്ടാ, ഒരുപാട് സന്തോഷം. ഈ ചേച്ചി പറഞ്ഞ പോലെ 4 ലാംഗ്വേജസിലും 1 ഇയർ ആയിട്ട് നമ്മൾ ഈ ഒരു ഫിലിമിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് പറയാം. 1 ഇയർ ആയിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോസിലും ഫുൾ ടൈം ഗിരീഷ് ഏട്ടനും നമ്മളും ഈ ഇതിൻ്റെ പല ഭാഷകളായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരുപാട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രൊമോ സോങ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ആംബിയൻസും എല്ലാം കണ്ടപ്പോൾ ഒരുപാട് തോന്നി, നമുക്കൊരു ഭാഗ്യമാണെന്ന് തോന്നി. ഒരുപാട് സന്തോഷം. ഇങ്ങനൊരു മൂവിയിൽ നമ്മുടെ ഫേസ് വരെ കാണാൻ പറ്റിയെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു അഭിമാനമായിട്ട് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷമാണ്. കാരണം നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ പടത്തേക്ക് പാട്ട്, അതിൻ്റെ പ്രൊമോ സോങ്ങിൽ എൻ്റെ മുഖം വരുന്നു. പാട്ട് ഒരുപാട് പാടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗത്തിൽ ഒരു പാട്ടിൽ ഞങ്ങളും വിഷ്വലിൽ ഉണ്ടാവുക വളരെ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ സുരേഷ് ഏട്ടൻ നമ്മുടെ സ്വന്തമാണ്. സുരേഷ് ഏട്ടൻ തൃശ്ശൂരിൻ്റെ സ്വന്തം, ഇന്ത്യയുടെ സ്വന്തം. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയാണ് KSK. എല്ലാവരും കാണണം. പിന്നെ ഗിരീഷേട്ടൻ ഈ പാട്ടിന് വേണ്ടി വിളിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പടമാണെന്നോ ഇത്ര വലിയൊരു സിനിമയാണോ ഒന്നും അറിയില്ല. എന്തായാലും ഗിരീഷേട്ടൻ്റെ സംഗീത സംവിധാനത്തിൽ സന്തോഷ് വർമ്മ സാറിൻ്റെ രചനയിൽ പ്രവീൺ ചേട്ടൻ സംവിധാനം ചെയ്ത സുരേഷ് സാറിൻ്റെ പടത്തിൽ പാടാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥനകളും നന്ദി. It was a long journey actually.
ചെറിയ സിനിമയല്ല, ഒരു വലിയ സിനിമയാണത്. എസ് എ എഡിറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മേക്കിങ്ങും അതിലെ പെർഫോമൻസും ക്യാമറയും ബാക്കി എല്ലാ ഏരിയയും ക്ലിയർ ആകുമ്പോഴാണ് എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റുക. ഇതിൽ ആക്ടേഴ്സ് ആയാലും ബാക്കി എല്ലാ ആൾക്കാരും വളരെ നന്നായി പെർഫോം ചെയ്തിട്ട് എനിക്കത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു നല്ല സിനിമയാണ്, എല്ലാവരും കാണണം, അതാണ് പറയാനുള്ളത്. ദിസ് ഇസ് മൈ ഫസ്റ്റ് മൂവി. ഫസ്റ്റ് മൂവിയിൽ നിന്ന് മാത്രമല്ല, സുരേഷ് ഏട്ടൻ എൻ്റെ ഒരു ഫസ്റ്റ് സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് വെച്ചുകൊണ്ട് സിനിമ ചെയ്യുക എന്നുള്ളത് അതെനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ സിനിമ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഇൻവോൾവ്മെൻറ്റിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ ഒന്നുകൂടി ജനങ്ങളുടെ ഇടയിലേക്ക് നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ ഈ ഫിലിമിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡയറക്ടർ പ്രവീൺ ഈ സബ്ജക്റ്റായി വന്നപ്പോൾ വളരെ ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് തോന്നി ഈ പടം. ഇത് സുരേഷ് ചേട്ടൻ്റെ ഇത് മേക്കിംഗ് കഴിഞ്ഞ ശേഷം ഇത് കണ്ടപ്പോൾ തോന്നും സുരേഷ് ചേട്ടൻ്റെ ഇത് ഒരു ഫസ്റ്റ് 100 crore മൂവി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം. ഫസ്റ്റ് മൂവിയായിരുന്നു. ലൈക്ക് ഇത്രയും വലിയ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ എക്സ്പീരിയൻസ്. കാത്തിരിപ്പായിരുന്നു കുറേ നാളായിട്ട്. കാരണം ഇത് കഴിഞ്ഞ് വന്ന മൂവി റിലീസായി, ബട്ട് ഇത് റിലീസാവുന്നില്ലായിരുന്നു. സത്യമായി ഇത് റിലീസാവാൻ പോവാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഇത്രയും നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ റിലേഷൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്ഡ് മൊമെൻ്റ് ആണ്. സീരിയസ്ലി. ആൻഡ് സാറിനെ കണ്ട ഫസ്റ്റ് ടൈം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ലൈക്ക് ഞാൻ ഫുൾ പാനിക്കായി പോയി. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഞാൻ കാണുമെന്ന് പ്രതീക്ഷിച്ച ആളല്ലല്ലോ. ഇത്രയും വലിയൊരു ആക്ടറിനെ നേരിട്ട് കണ്ട് ആ ഒരു ഡോൺ സീനിൽ സാറിൻ്റെ ആ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ശരിക്കും തോന്നി. സോ ഞാൻ വെയിറ്റ് ചെയ്യാണ് മൂവി റിലീസ് ആവാൻ വേണ്ടി. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പോയി മൂവി കാണുക. അത്ര അടിപൊളി മൂവിയാണ്. ഫസ്റ്റ് ടൈം കാണുന്നതിന് മുമ്പ് ഭയങ്കര പേടിയായിരുന്നു. അത് ആക്ച്വലി ഇവളെൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. ഇതിൽ സാറ് തന്നെ ഉണ്ടപ്പോൾ എനിക്ക് മോശം കൂടുതൽ എന്നെ തോണ്ടി ആക്ച്വലി നമ്മൾ ബ്രേക്ക് പറയുന്നവരെ ഇവളെന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. പേടിച്ചിട്ട് എൻ്റെ കൈ കയറുന്നത് ആൾക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അന്ന്. പിന്നെ സെക്കൻഡ് ഡേ സാറിനെ കണ്ടപ്പോഴാണ് ആള് ടെൻഷനൊക്കെ കുറഞ്ഞത്. സാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഇവള് ആക്ച്വലി ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ സാറ് വന്നിട്ട് BP കുറവുണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേനും അവള് കിളിപ്പോയി. അവള് ലൈക്ക് എനിക്ക് തല അറിയുന്നു എന്നൊക്കെ പറഞ്ഞത്. ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്തതല്ല ഒരു ആക്ടറിലൂടെ അഭിനയിക്കാൻ പറ്റും എന്നുള്ളത്. സോ ആ ഒരു എക്സൈറ്റ്മെൻറ്റും സാറിനെ കണ്ടൊരിതും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷവും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും കഴിഞ്ഞു പോയതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ലുലു. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഓഡിയൻസ് ആണ്. Lulu is always very special. True that. കാരണം ഇതൊരു മൺഡേ ആണല്ലേ. ലൈക്ക് യു നോ വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് ഒരു സ്റ്റാർട്ട് ഡേ ഓഫ് ദ വീക്ക് ആൻഡ് വർക്ക് നമ്മൾ മൺഡേ ബ്ലൂസ് എന്നൊക്കെ പറയുന്ന പോലെ still look at the audience, like look at the energy. So this is something that we love about Lulu every time. So you're here. Please. So JSK എന്ന് പറഞ്ഞ സിനിമ will always be very very special because I think ഇത് എൻ്റെ ആദ്യത്തെ ഇത്രയും ബിഗ് ബാനറിലുള്ള ഒരു സിനിമയാണ്. And of course to work with actors like this and a crew like this, it has been really really good. And I'm just able to share screen space with Suresh and Anupama, Oscar, everybody. I think എനിക്ക് ഇതൊരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇതിൽ ഞാനൊരു അഡ്വക്കേറ്റ് ആയിട്ടാണ്, ലോയറായിട്ടാണ്. ആൻഡ് ഐ ഫീൽ യെസ് നമുക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. Deliver our dialogues and improvise on that. But Suresh had a huge role to play in developing even my scenes because ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞൊരു കാര്യമാണ് that he is like this endless resource.
അപ്പോൾ ഡയലോഗിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇത് ലീഗൽ ടേംസ് ആണ്, വളരെ ഹെവി ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. സോ ഹി വാസ് വെരി വെരി ജനറസ് വിത്ത് ഹിസ് അഡ്വൈസ് ആൻഡ് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ലീഗൽ ടേംസ് ആണോ യൂസ് ചെയ്യണമെന്നൊക്കെ ഹി യൂസ് ടു സീ. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഇറ്റ് വാസ് സച്ച് എ lovely experience because Suresh Shetty, I think, is a very reassuring presence during the shoot. And coming to Anupama, I think she's a beautiful, beautiful actor. And this JSK, as the name suggests, is Janaki versus the state of Kerala. So it is Janaki's story, and it is all of us who are with her to help her case and to fight her cause. So I think it's a very heavy, വളരെ ഹെവി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഈ സിനിമയിലൂടെ സംസാരിക്കുന്നത്. വളരെ എന്താ പറയുക, ഇപ്പോൾ സൊസൈറ്റിയിൽ നടത്തുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്, സംസാരിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. സോ ഐ എം വെരി എക്സൈറ്റഡ് ഫോർ ദ ഫിലിം ആൻഡ് യാ, താങ്ക് യു. ഇപ്പൊ ഞങ്ങളെല്ലാവരും ആ ഒരു പെർഫോമൻസ്, സുരേഷിന്റെ പെർഫോമൻസ് കാണാൻ പോകുന്നത് ഓൺ സ്ക്രീനാണ്. പക്ഷെ you were there, like as you told, being a lawyer, doing that character in the movie. So how was, you know, like watching it directly, our performance, how was that feel? We really want to know that. അതിൽ ഞാൻ പറഞ്ഞു എനിക്ക് about the scene that we did together. പക്ഷേ when I say he was like a strong force, a silent force, and it was a very reassuring presence. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി it was helping with the dialogue, helping with developing the scene better. എന്താണെങ്കിലും ആ ഹീസ് എ റിസോഴ്സ്, അതൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്താൽ മതി. ഹീസ് വെരി ഫ്രീ വിത്ത് ഹിസ് അഡ്വൈസ്. എന്താ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയാണ്, ഡയലോഗ്സിലാണെങ്കിലും ലീഗൽ ടേംസിലാണെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഹീസ് എ ഫസ്റ്റ് വൺ ടു കമന്റ്. Like a dictionary, go to him when you get things. Dictionary is putting it very lightly. Okay, thank you, thanks a lot. Hi, good evening to you all. JSKയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സൈഡിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്ന ആദ്യം തന്നെ താങ്ക് യു ഓൾ. നെർവസാണ്, അതിൻ്റെ ഒരു ഇതുണ്ട്, സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്. എന്നാലും സിനിമയെ പറ്റി എനിക്ക് തോന്നുന്നു സിനിമ ഒരു ഏകദേശം ഒരു 10 ദിവസത്തിന് സിനിമ റിലീസാകാൻ പോവാണ്. അപ്പോൾ റിലീസാകാൻ പോകുന്ന ഒരു സിനിമയെ പറ്റി ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് സിനിമ കണ്ട് നിങ്ങൾ അഭിപ്രായം പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം നമ്മൾ എല്ലാവരും ചേർന്ന് ഈ സിനിമ ഇവിടം വരെ എത്തിച്ചത്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിങ്ങൾ സ്വീകരിക്കപ്പെടണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ്. ജാനകി ഇന്നീ നിമിഷം വരെയും അടുത്തൊരു 8-10 ദിവസം കൂടെ ഞങ്ങളുടേതാണ്. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ടീമുണ്ട്, എഡിറ്റർ, ക്യാമറമാൻ, അസോസിയേറ്റ് ഡയറക്ടർ, അഭിനേതാക്കൾ എല്ലാവരും അടങ്ങുന്ന ഒരു ടീമുണ്ട്. അടുത്തൊരു ഏതാനും ദിവസങ്ങൾക്ക് ഈ സിനിമ നിങ്ങളുടേതായി മാറുവാണ്. തീർച്ചയായിട്ടും ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു കോണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയമുണ്ട് ഈ സിനിമയ്ക്ക്. അതിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം അനുവിൻ്റെ അടുത്ത് പോകാൻ തന്നെയുള്ളൊരു കാരണം അതാണ്. കാരണം ഇതൊരു പാനിൻ്റെ ലെവലിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം അതായിരുന്നു. അപ്പം എന്താണോ എങ്ങനെയാണോ ഞാൻ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ ഇത്രയും വർഷങ്ങൾക്കൊണ്ട് ശരിക്കും 2018 എൻ്റെ ആദ്യത്തെ സിനിമ ഇറങ്ങി എങ്ങും എത്താതെ പോയ സമയത്ത് അടുത്തത് എന്ത് ചെയ്യുമെന്ന് അറിയാൻ മേലാതെ പകച്ചിരുന്ന നിമിഷങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കിരൺ രാജ് ഒരു വലിയൊരു ഭീമമായ എമൗണ്ട് എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു, എടാ ഇത് നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ സിനിമ. ആദ്യത്തെ സിനിമ അങ്ങനെ പോയി, സാരമുള്ള കാര്യമല്ല, നീ സിനിമ ചെയ്യ് എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് എൻ്റെ പുറകിൽ നിന്ന് എന്നെ ബാക്കപ്പ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ നിമിഷം വരെ എൻ്റെ എല്ലാ ചെലവുകളും അല്ലെങ്കിൽ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ടുന്ന ഒരാളാണ് കിരൺ രാജ്. അപ്പോൾ ആദ്യം ഞാൻ നന്ദി പറയുമ്പം അതിൽ ഭയങ്കര വിഷമകരമായ ഒരു സംഭവം കൂടെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ സിനിമയ്ക്ക് ആദ്യമായിട്ട് എനിക്ക് അഡ്വാൻസ് കിട്ടുന്ന ചങ്ങനാശ്ശേരി പുഴവാത അമ്പലത്തിന് മുമ്പിൽ വെച്ചാണ്. അത് തരുന്നവൻ്റെ അമ്മയാണ്. പക്ഷേ ഞങ്ങളുടെ എന്തോ ദൗർഭാഗ്യത്താൽ അമ്മ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല. ഈ സ്ക്രിപ്റ്റ് ആദ്യം വായിക്കുന്ന അമ്മയായിരുന്നു, ഈ കഥ ആദ്യം അറിയുന്ന അമ്മയായിരുന്നു. അപ്പോൾ ഈ സിനിമ ഇവിടെ സംസാരിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് കോടികളുടെ കിളിക്കത്തിനേക്കാൾ ഉപരിയായിട്ട് ഈ സിനിമ സംസാരിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേട്ടനെ പോലെ ഒരു ആർട്ടിസ്റ്റ്. കാരണം ചേട്ടനോട് ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. താങ്ക് യു. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നന്ദി പറയാൻ തുടങ്ങിയാൽ ഈ ഇരിക്കുന്ന അങ്ങേയറ്റം തൊട്ട് എവിടം വരെ എത്തിയിരുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എങ്കിലും ഈ സിനിമയെ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന കുറച്ച് പേരുകളുടെ പേര് ഞാൻ ഇവിടെ പറയാതെ പോയി കഴിഞ്ഞാൽ ഇനിയൊരു അവസരം എനിക്കത് കിട്ടില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ സിനിമയായിട്ട് ഞാൻ ആദ്യം നടക്കുന്ന സമയത്ത് ഒരുപാട് കാലഘട്ടം കുറച്ചുകൂടെ സംസാരിക്കുന്നത് കുഴപ്പമില്ല എന്ന് കരുതുന്നു.
അപ്പം ആദ്യം ഈ സിനിമയിലേക്ക് ഇത് ഒരുപാട് പേരിലൂടെ കടന്നു വന്ന ഒരു സിനിമയാണ്. ഒരു സ്റ്റേജിൽ ഈ സിനിമ നടക്കാതാകുന്ന ഒരു സന്ദർഭത്തിൽ ഇതിലേക്ക് ജയവിഷ്ണു കടന്നു വരുന്നുണ്ട്, മുനീറൊക്കെ കടന്നു വരുന്നുണ്ട്, എൻ്റെ ഒരു സുഹൃത്തുണ്ട് വിഷ്ണു അംശ. അപ്പം ഒരുപാട് പേരിലൂടെ സ്ക്രിപ്റ്റ് എഴുതി അങ്ങനെ കറക്റ്റ് ചെയ്ത് പല കാലങ്ങളിൽ പല രീതിയിൽ മാറ്റപ്പെട്ട് എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിലുള്ള ഒരുപാട് പേരുടെ വീടുകളിൽ ഈ സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കാം. കാരണം സിനിമയ്ക്ക് അങ്ങനെ ഒരു ജാതകമുണ്ട്. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ കയറി വരാൻ ഒരുപാട് പാടാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ എന്നെ വിശ്വസിച്ച് ധൈര്യമായിട്ട് നീ ഈ സിനിമ ചെയ്യുമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിന്ന 2 പേരാണ്. ഒന്ന് സുരേഷ് ഏട്ടനും 2 അനുപമയും. അവർ 2 പേരും ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഈ സിനിമയ്ക്ക് ഡേറ്റ് തന്നത് കൊണ്ടാണ് സിനിമ യാഥാർത്ഥ്യമാവുന്നത്. അതിൻ്റെ നന്ദി ഞാൻ ആദ്യം തന്നെ പറയുന്നു. എൻ്റെ ഈ സിനിമയിലേക്ക് സുരേഷിന്റെ അടുത്തേക്ക് എത്തിച്ച സൈത്തേട്ടനോടെ കടപ്പാട് ഒരിക്കലും പറഞ്ഞാൽ തീരില്ല. കാരണം അമ്മാതിരി യാത്രകൾ ഞാൻ സൈത്തേട്ടനോട് തിരുവനന്തപുരത്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം ഓർമ്മയുണ്ട്. അതിനുശേഷം ഈ സിനിമ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് ആദ്യം കടന്നു വന്ന് ഈ ഒരു സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം എൻ്റെ കൈ പിടിക്കാൻ കാരണക്കാരനായ അജ്മൽ, ജീവൻ നാസർക്ക, തുടർന്ന് അവരിലൂടെ എത്തിച്ചേർന്ന ജെ പനീന്ദ്രകുമാർ, മോഹനേട്ടൻ, അവസാനം പല സന്ദർഭങ്ങളിൽ നിന്ന് പോയ പല ഘട്ടത്തിലും ദേവദൂതനെ പോലെ കയറി വന്ന് അല്ലെങ്കിൽ നമ്മൾ തീർക്കൂട എന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച ആളാണ് ട്രീപ്പിക്കിന്റെ സുജിത്തേട്ടൻ, സൂപ്പർ ഗുഡ് ഫിലിംസ്, ഗോകുലം മൂവീസ്. എനിക്ക് എല്ലാവരോടും നന്ദി പറയേണ്ടതാണ്. മാധവ്, ഓരോ സന്ദർഭങ്ങളിലും മാധവ്, അസ്കര, വൈഷ്ണവി, മേധ, ഷഫീർ, എല്ലാവരോടും ഒരുപാട് തവണകൾ വഴക്കുണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട് ലൊക്കേഷനുകളെല്ലാം. അതെല്ലാം 27-ാം തീയതി കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാകും സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള കാര്യം. എല്ലാവരോടും നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഈ യാത്ര ഇന്ന് ഇവിടെ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുള്ള മുഹൂർത്തമാണ്. താങ്ക് യു സുരേഷ് ഏട്ടാ, താങ്ക് യു അനുപമ, ശ്രുതി, എവരിബഡി, താങ്ക് യു ഓൾ. ഒരുപാട് ഓർമ്മകളുണ്ടാവും, പക്ഷെ ഒരിക്കലും മറക്കാത്ത അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഈ സിനിമയെ കുറിച്ച്, JSK കുറിച്ച് പ്രവീൺചേട്ടനുള്ള ഒരു ഓർമ്മ എന്താണ്? ഒരു കാര്യം ഞാൻ പറയാം, ഇതിനെ പറ്റി പറയുമ്പോൾ എന്റെ സേതുചേട്ടന്റെ പേര് ഞാൻ അറിയാതെ പെട്ടെന്ന് വിട്ടുപോയി, അറിഞ്ഞുകൊണ്ടല്ല. സേതുചേട്ടൻ ഈ സിനിമയുടെ എന്താ പറയുക നട്ടല്ലാണ്. അത് വരും കാലങ്ങളിൽ സിനിമ അറിയട്ടെ, അതാണ് നല്ലത്. ഏത് ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളുണ്ട്. എങ്ങനെയുള്ള ഓർമ്മയാണ്? ഫണ്ണായിട്ടുള്ളതാണോ വിഷമകരമായിട്ടുള്ളതാണോ? ഫണ്ണായിട്ടുള്ള ഓർമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ഷംജിത്തക്കയുടെ എഡിറ്ററിന്റെ കൂടെ ഞങ്ങൾക്ക് ഒരു രാഖിലുണ്ട്, സ്പോട്ട്. പറഞ്ഞപ്പോഴേ പലരും ശരി തുടങ്ങി. രാഖിലെ ശരിക്കും രാഖിലൂടെ ഇല്ല, ഉണ്ടായിരുന്ന കാണിക്കായിരുന്നു. അപ്പൊ ഈ സ്പോട്ട് എഡിറ്റർ എല്ലായ്പ്പോഴും ഡയറക്ടറുടെ കൂടെ അല്ലെങ്കിൽ ഇത് എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഞങ്ങള് ഇതിലൊരു പ്രത്യേക സീക്വൻസ് തൃശ്ശൂര് ഷൂട്ട് ചെയ്ത സമയത്ത് 2 മണി വരെ ഉള്ള ഷൂട്ട്. അപ്പൊ അനുവിന് പെട്ടെന്ന് തിരിച്ചു പോകണം, ഒരു ഓർക്കുന്നുണ്ടായിരിക്കും ബേക്കറി സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ മഴ വരുന്നു, ആകെ അലമ്പതുന്നു, പലരും പല വഴിക്ക് പോകുന്നു. കുറേ മഴ വന്നതോടെ കംപ്ലീറ്റ് ക്രൂ പിരിഞ്ഞുപോയി. പിരിഞ്ഞപ്പോൾ ഷൂട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു. എന്നാൽ ഓക്കെ ബ്രേക്ക് പറഞ്ഞ് പോയേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യേണ്ട ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ട്. അപ്പൊ ടൂറിസ്റ്റ് ബസ് അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പരിപാടി എല്ലാവരും വായിക്കപ്പോൾ പറഞ്ഞ് കംപ്ലീറ്റ് ആൾക്കാർ പോയി സ്പോട്ട് രാഹുലിനെ കാണുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ വണ്ടിക്കാണ് വരുന്നത്. അപ്പൊ ഞാൻ അഖിലിനോട് ചോദിച്ചു, അഖിലെ രാഹുൽ എന്ത് ചേട്ടാ കണ്ടില്ല. തിരിച്ചു പോയി ഞങ്ങൾ ഇവിടെ മുഴുവൻ തപ്പിയിട്ട് ആളെ കണ്ടില്ല. പക്ഷെ മഴ വന്നപ്പോൾ പാവം ഒന്ന് റെസ്റ്റ് എടുക്കാണ്ട് ബസ്സേ കയറി കിടന്ന് ഉറങ്ങിപ്പോയി. ആ ബസ് അങ്ങനെ ആലപ്പുഴയ്ക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ 11 മണി 12 മണിയായപ്പോഴാണ് സ്പോട്ട് എഡിറ്റർ വന്നത്. അപ്പൊ എപ്പോഴും ഓർക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ചിരി തന്നൊരു സംഭവമാണത്. First of all, thank you Kochi, thank you everybody who showed up here. ഈ JSKയുടെ നമ്മുടെ ഇവന്റ് ഒരു ഗ്രാൻഡ് ഇവന്റ് എന്ന് പറയാൻ കാരണം നിങ്ങൾ എല്ലാവരും മാത്രമാണ്. So thank you so much for coming and making this a grand event. തീർച്ചയായിട്ടും. So have you ever had such an event before, like being on stage, or is this like the first time ഇത്രയും വലിയൊരു audience? Been on stage once or twice. Once or twice, okay. It's quite overwhelming. സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയുണ്ട് ഇവിടെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും. It is quite overwhelming, but again, everything's an experience, right? Very true, very true. So how was this experience of coming to Suresh and a movie like to Dad's movie and then being a part of it and now all set for it to come onto the screen? എല്ലാവരും അത് കാണാൻ പോകുന്നു. How are you anticipating it? ഇത് ഞാൻ Dad's movie എന്ന് പറയുന്നതിന് മുന്നേ I have to say this is Praveen Narayan's movie. This is Yes. It's his hard work ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള. And ഇതിന്റെ ബിഹൈൻഡ് ദ സീൻ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് ഇത്രമാത്രം ചേർന്നതിന് ബുദ്ധിമുട്ടിയിട്ടുള്ളത്. It's pretty evident for all of us who's known him for a while. So kudos to him, kudos to our entire production team for making this event happen. Praveen, you deserve the best and I hope JSK does that for you. The dad thing aside,
the favorite character played by Suresh Gopi. ഭരത്ചന്ദ്രൻ IPS. Oh, okay. കമ്മീഷണർ എന്ന സിനിമയല്ല, ഭരത്ചന്ദ്രൻ IPS എന്ന സിനിമയിലെ ഭരത്ചന്ദ്രൻ. For very personal, emotional reasons, that's my favorite movie of Bachchan. Can we know the very specific reason? Being super specific. ആ ഒരു സിനിമയിലെ ക്യാരക്ടർ എന്തുകൊണ്ടാണ്? There's an exact reason why I said it's personal. So I'll keep that to myself and my family. Okay, you wanted to stay personal. Okay, so and are we going to see you in something like that in the future? Like, you know, such kind of roles. Adano something what you're looking forward to or something different? സിനിമാ പ്രേക്ഷകരാണ് എൻ്റെ അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത്. സോ അവരെ തീരുമാനിച്ചാൽ എനിക്ക് അതിനുള്ള കാലിബർ ഉണ്ടെന്ന് അവര് മനസ്സിലാക്കിയാൽ മേ ബി വൺ ഡേ. പണ്ട് കേൾക്കുന്നില്ല, ഒരു കയ്യടി എല്ലാവരുമാണ് എന്നെ അവിടെ എത്തിക്കേണ്ടത്. സോ സംതിങ് ദാറ്റ് കെയിം അലോങ് ബിക്കോസ് ഓഫ് ദ വെരി സുരേഷ് ഗോപി ടാഗ്. So is it like a compelled to be? Are you like compelled to be? Mandatory വന്നതാണോ? മാൻഡേറ്ററി വന്നതല്ല, നമുക്ക് നമ്മളെ തേടി വരുന്നൊരു അവസരം ബഹുമാനിക്കണം. So considering my father is a superstar in this industry, the opportunity came to me easy, but it's up to me to prove my caliber. Like I said, I'm working on it. I have to get better, and hopefully one day they will receive me the levels to which they receive me. I think Madhu, there is one thing that we should say. കാരണം Madhu പല സ്ഥലത്തും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ലൈക്ക് ചേട്ടനാണ് കുറെ കൂടെ അച്ഛനെ പോലെ ലൈക്ക് ഒരു സെംപ്ലിംഗ് ആൻഡ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ let me tell one thing, when it comes to the way you talk, that's pretty much like him. Our wordplay, our confidence, the way he puts it forward. So എല്ലാവർക്കും നമസ്കാരം. ഇത്ര നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഈ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. ആൻഡ് എനിക്കറിയായിരുന്നു, അവിടെ ഇരുന്ന് ഞാൻ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു ഇപ്പൊ പറയും ഞാൻ വിചാരിച്ചു. അത് അങ്ങനെയല്ല, പണ്ട് മലയാളം എങ്ങനെയല്ലായിരുന്നു, നല്ല മലയാളമായിരുന്നു. ഇപ്പോഴും എന്റെ മലയാളത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ മര്യാദയോടുകൂടി സംസാരിക്കാൻ ശ്രമിക്കുന്നത് മാത്രം. എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞതുപോലെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ മലയാളത്തിൽ ചെയ്ത ഒരു സിനിമയാണ് JSK. എനിക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് മാത്രമേ ഇനി മലയാളത്തിൽ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ലോക്ക്ഡൗൺ കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് വന്ന വൺ ഓഫ് ദ ഫസ്റ്റ് സബ്ജക്ട്സ് ആയിരുന്നു JSK. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ലൈഫിലെ ട്രാൻസ്ഫോർമേഷൻ നടന്ന ഒരു സമയമായിരുന്നു ലോക്ക്ഡൗൺ. അതിനുശേഷം എന്നെ ഇത്രയധികം ട്രസ്റ്റ് ചെയ്ത് ഇത്രയും ഹെവി ആയ ഒരു ക്യാരക്ടർ തരാൻ കാണിച്ച ധൈര്യമാണ് ഞാൻ പ്രവീൺ ചേട്ടനെ ഫസ്റ്റ് ഓഫ് ഓൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേര് എന്നെ മലയാളത്തിൽ റിജക്റ്റ് ചെയ്തിരുന്നു, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിരുന്നു, ഒരുപാട് ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങി. പക്ഷെ അതൊക്കെ ഇരുന്നാലും ശരി, ജാനകി JSK എന്ന് പറഞ്ഞ ഈ സിനിമയിലെ ജാനകി ആവാനായിട്ട് എന്നെ വിശ്വസിച്ചതിന് ഒരുപാട് താങ്ക്സ്. ഈ ജേണിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് പ്രവീൺ ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ദിസ് മൂവി ഹാസ് എ ഹാർട്ട്. ആ ഹാർട്ട് ഇസ് ജാനകി, ആൻഡ് ദാറ്റ് ജാനകി വാസ് ക്രിയേറ്റഡ് ബൈ യു. ആൻഡ് ഐ എം റിയലി ഹാപ്പി ഇങ്ങനൊരു ദിവസം നമുക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതിന് താങ്ക് യു സോ മച്ച്, ആൻഡ് യു ഡിസേർവ് ദ ബെസ്റ്റ്. സെക്കൻഡ്ലി, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് സുരേഷ് സർ. ചിന്താമണി കൊലക്കേസ്, നമ്മുടെ തെങ്കാശിപ്പട്ടണം, അതുപോലെ സമ്മറിൻ ബദ്രഹെ എന്നീ പറഞ്ഞ അടിപൊളി സിനിമകളൊക്കെ കണ്ട് വലിയൊരു ഫാനായിട്ടുള്ള എന്നെ പിടിച്ച് ഈ സിംഹത്തിൻ്റെ മുന്നിൽ കൊണ്ടിട്ടതിന് വലിയ താങ്ക്സ്. എനിക്ക് എൻ്റെ കഥാപാത്രത്തിനെ കുറിച്ചോ ഈ സിനിമയിലെ കഥയെക്കുറിച്ചോ ഞാൻ ഒരുപാട് പറയുന്നില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ തന്നെ ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ചാലഞ്ചിങ്ങും ഭയങ്കര എക്സൈറ്റിംഗും ആയിരുന്ന കുറച്ച് മൊമെന്റ്സ് ആയിരുന്നു സാറിൻ്റെ കൂടെ എനിക്ക് കിട്ടിയത് സിനിമയിൽ. ആൻഡ് അതും ഫസ്റ്റ് ഷെഡ്യൂളിൽ അപാരധൈര്യം തന്നെയായിരുന്നു അത്. സോ അങ്ങനെ ചെയ്ത സീനുകളും ഈ ഒരു സിനിമയും നിങ്ങൾക്ക് എല്ലാവർക്കും, സിനിമയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, അത് നിങ്ങൾ തന്നെ കണ്ട് ഞങ്ങളുടെ അടുത്ത് അഭിപ്രായം അറിയിക്കുക. ബട്ട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ. എൻ്റെ മുന്നിലിരിക്കുന്ന അവരെല്ലാവരും എൻ്റെ കോ ആക്ടേഴ്സ് മാത്രമല്ല, എൻ്റെ കൂട്ടുകാരായി. ഇപ്പം ഞങ്ങൾ ഇൻ്റർവ്യൂസിലൊക്കെ ഇരുന്ന് ഒരുപാട് സംസാരിച്ച് ഐ റിയലി റിമെമ്പർ എവറി സിംഗിൾ ഡേ വി ഹാഡ് ദെയർ. രാജേഷ് ഏട്ടനെ ഞാൻ അവിടെ എവിടെയോ കണ്ടായിരുന്നു, രാജേഷ് ഏട്ടൻ, അതുപോലെ തന്നെ എൻ്റെ ADs എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്ത പടമാണ്. ആൻഡ് ദാറ്റ് ഈസ് റിയലി സ്പെഷ്യൽ. ആൻഡ്
സുരേഷ് ഏട്ടാ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബോർ എക്സ്പ്രഷൻ ഇട്ടാലും എൻ്റെ കൂടെ നിന്ന് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. I really hope that we can work together again someday. And thank you all, lots of love. ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. Thank you to the entire audience for all the support. ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ട്രോളിക്കോളൂ, പക്ഷെ കൊല്ലരുത്, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കരിയറിൽ ഇതിന് ഞാനൊരു ഫീമെയിൽ സെൻട്രിക് ഫിലിം എന്ന് പറയില്ല. ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് എ ഫീമെയിൽ ക്യാരക്ടർ, എ വെരി സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടർ. പക്ഷേ ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാരക്ടർ ഞാൻ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തല്ലോ, പക്ഷെ എന്നാലും എനിക്കത് കൊണ്ടുവന്ന് തന്നത്, ആ ധൈര്യം കാണിച്ചത് പ്രവീൺ ചേട്ടനാണ്. ആ ധൈര്യം തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ കണക്കാക്കും. എവിടെയോ ആ ഒരു കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ടെന്നോ ഒരാൾക്ക് തോന്നിയത് കൊണ്ടാണല്ലോ അതെനിക്ക് തന്നത്. അത് തന്നെ എൻ്റെ വലിയൊരു എന്നെ ആക്സെപ്റ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു. സോ നൗ ബീയിങ് ദിസ്, ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഐ ഫീൽ താങ്ക്ഫുൾ ടു എവ്രി വൺ. എന്നെ ഇഷ്ടപ്പെട്ടവരും എന്നെ ഹേറ്റ് ചെയ്തവരൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ടു ബി വാട്ട് ഐ ആം ടുഡേ. സോ താങ്ക് യു ടു എവ്രി വൺ. How do you feel to be a Indian super naika now? അയ്യോ, അങ്ങനെയൊന്നും I don't think like we have a lot of names to tell like that, especially ഒരു മലയാളിയെ കുറിച്ച് നോക്കുമ്പോൾ ഒരു Indian super നായിക എന്ന് പറയുമ്പോൾ we are actually very proud about that. We're very proud to say that. അങ്ങനെയൊന്നുമില്ല. ഞാൻ പിന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി. Namaskaram. Good evening, Lulu. Good evening, Kochi. Good evening, the cast and crew of JSK. വളരെ സന്തോഷത്തിൽ, പ്രത്യേകിച്ചൊരു പുതിയ പദവിയിലേറി ആദ്യമായിട്ട് 2022 തുടങ്ങി വെച്ച ഒരു സിനിമയുടെ പ്രദർശനം നിങ്ങളെപ്പോലെ തന്നെ വലിയ എക്സ്പെക്ടേഷനോടെ കാത്തിരിക്കുന്ന, വലിയ പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്ന എനിക്ക് ദൈവം തരുന്ന മറ്റൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ മുന്നിലേക്ക് നല്ല ഒരു സിനിമയുമായി, നല്ല വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയുമായി ഒരിക്കൽ കൂടി, അതും ഏതാണ്ട് 1.5 വർഷവും 8 മാസത്തിന് ശേഷമാണ് എൻ്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. ഗരുഡൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം JSK എത്തുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ, എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷ, സിനിമയെ സ്നേഹിക്കുന്നവരുടെ വിഷയ ദാരിദ്ര്യം എന്നൊരു പക്ഷേ ആരെങ്കിലുമൊക്കെ ഒരു ചെറിയ പരിഭവം അറിയിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് സിനിമ. സിനിമയും ഒരു പ്രസക്തമായ മീഡിയമാണ്. ആ വിഷയ ദാരിദ്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങളെ സംതൃപ്തരാക്കുന്ന തരത്തിൽ ഒരു വലിയ വിഷയമാണ് സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ത്രീ പക്ഷ രാഷ്ട്രീയമുണ്ടെന്ന് ഇതിൻ്റെ സംവിധായകൻ ശ്രീ പ്രവീൺ നാരായൺ അറിയിച്ചു. ഞാൻ പറയുന്നു, ഇതൊരു സ്ത്രീ ഹൃദയം പേറുന്ന സിനിമയാണ്. പെൺമക്കളുള്ള, ഭാര്യമാരുള്ള, അമ്മമാരുള്ള, പെങ്ങന്മാരുള്ള ഓരോ പുരുഷനും ഒരു പക്ഷേ ഒരു ചെറിയ പോറൽ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന നിറയെ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. അങ്ങനെ ഒരു സഹോദരനായും, അങ്ങനെ ഒരു നല്ല അച്ഛൻ്റെ അമ്മയുടെയും മകനായും, അങ്ങനെ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ പോറലല്ല, ഒരു നല്ല പൊളപ്പേൽപ്പിക്കുന്ന വക്കീലായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു സർപ്രൈസ് പൊളിക്കുകയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. I thought while performing, and I still think I am a villain in this film.
ഒരു വില്ലൻ ഭാവം എനിക്ക് ഈ സിനിമയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കഥ പൊളിച്ചു, കഥ തുറന്നു പറഞ്ഞു എന്നൊന്നും വിചാരിക്കരുത്. there is lot to it. ഈ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് കഥയ്ക്ക് ആസ്പദമായ സ്ത്രീയുടെ വ്യഥ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മുഹൂർത്തത്തിന് ഒരുപാട് സാമ്യതകൾ ഉണ്ടാകും. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, അങ്ങനെ നിറയെ സംഭവങ്ങൾ നമ്മൾ ദിവസവും ചിലപ്പോ നിർഭയ തുടങ്ങി ജീവിത അതിജീവിത അങ്ങനെ എന്തൊക്കെ പേരിട്ട് പരാജിത അപരാജിത അങ്ങനെ ഒരുപാട് ടാഗ് ലൈൻ കൊടുത്ത് നമ്മൾ ഒരുപാട് സഹോദരിമാര് പ്രായഭേദമന്യേ ഒരുപാട് സഹോദരിമാര് സൊസൈറ്റി കണ്ണീര് കൊണ്ട് മാത്രം കണ്ണീരിൽ മുക്കി കണ്ണീരോടെ മാത്രം ഓർക്കുന്ന ഒരുപാട് യഥാർത്ഥ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അഡ്രസ് ചെയ്യപ്പെടേണ്ടതല്ലേ? ഇത് കോടതിയിൽ വിവിധ തലങ്ങളിലെത്തും. ഈ സിനിമയിൽ പറയുന്നത് പോലെ സത്യം ജയിക്കുന്നിടമല്ലേ കോടതി? ഇല്ല, തെളിവുകൾ ജയിക്കുന്നിടം ആണ് കോടതി എന്ന് പറയുന്ന ഒരു ദുരവസ്ഥ. അതൊരു പക്ഷേ പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ ചർച്ചയിലേക്ക് വളരെ ആഘാതത്തോടെ ചിന്തിപ്പിച്ചൊരു ചർച്ചയിലേക്ക് വഴി തെളിയിക്കുന്നതിനുള്ള ഒരു സൂചന കൂടി ഈ സിനിമയിൽ, അതിനെ ഞാൻ മഹത്തായ സിനിമയെന്ന് അഭിമാനത്തോടെ അവകാശപ്പെടുമെങ്കിൽ അങ്ങനെ ഒരു ദൗത്യം കൂടി JSK ക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതായിരുന്നു. ഞാൻ എൻ്റെ എക്സ്പെക്ടേഷൻ അത്രയും വലുതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ വലുതാണെങ്കിൽ അത് ഭീമാകാരനായി മാറും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. വലിയ ഉത്തരവാദിത്വമാണ് ശ്രീ പ്രവീൺ നാരായണനുള്ളത്. ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ ലൈനപ്പിലുള്ള സുജിത്ത് ആയാലും ഡ്രീം ബിഗ്, അതുപോലെ തന്നെ സേതു നായർ, ഫനീന്ദ്രകുമാർ. ഈ സിനിമ ആദ്യം പ്രവീണിൻ്റെ അടുത്ത് 2021 വന്ന് പറയുന്നത്, 2021 വന്ന് പറയുമ്പോൾ ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഞാനിത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നതും. അനുപമയുടെ ഒരു കാസ്റ്റിങ്ങിനെ ഞാൻ വളരെയധികം ആരാധനയോടെയാണ് നോക്കിക്കണ്ടത്. അനുപമ ഇവിടെ വളരെ ഹൃദയം തുറന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ, ഇതാദ്യത്തെ സംഭവമല്ല അനുപമ. എനിക്കറിയാവുന്ന സത്യമുണ്ട്, സിമ്രൻ ഒരുപാട് നമ്മൾ മലയാളം അവഹേളിച്ചു വിട്ട ഒരു നായികയാണ്. പക്ഷെ പിന്നീട് സിമ്രന്റെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാവാൻ, നായികയായി വരാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്ന വമ്പൻ സംവിധായകരെ എനിക്കറിയാം. അസിൻ, നയൻതാര, ഇവരെല്ലാം പിന്നെ ലോകം കാക്ഷിക്കുന്ന വിവിധ ഭാഷകളിലെ നായികമാരായി നല്ലതുപോലെ ഉല്ലസിച്ച് നിറഞ്ഞാടിയ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അത് തന്നെ അനുപമയുടെ ജീവിതത്തിലും സംഭവിക്കും. ഇത് കർമ്മ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചേ പറ്റും. അത് സംഭവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഇതിൽ ജാനകിയുടെ ശബ്ദമാണ് ഒരുപക്ഷെ സിനിമാ ലോകമല്ല, സമൂഹത്തിൽ മുഖരിതമാവാൻ പോകുന്നത്. I call this rather not JSK, the voice of Janaki. It is going to be resounding. ഉറപ്പാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. അവരെല്ലാം ഇൻ സപ്പോർട്ട് ഓഫ് ജാനകി. ഞാൻ മാത്രമാണ് ജാനകിയെ കൂടുതൽ മുറിവേൽപ്പിക്കുന്നതും അടിച്ചു വീഴ്ത്തുന്നതും ചവിട്ടിത്തേക്കുന്നതും. പക്ഷേ കർമ്മ again, നമ്മളിതിൽ കാണുന്നത് ബൈബിളിൽ റെഫർ ചെയ്യുന്ന ഉയർപ്പിന് തുല്യമായ നീതി ബോധത്തിന്റെ, നീതി നിർവഹണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടി നമുക്ക് ഈ സിനിമയിൽ ഒരു പുതിയ നിയമസംഹിത അല്ലെങ്കിൽ പുതിയ നിയമസംഹിതയിലേക്ക് ഒരു പുതിയ ഏട് എഴുതി ചേർക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു വിധിന്യായം കൂടി വിളംബരം ചെയ്യുന്ന സിനിമയാണ് JSK. I would love to have all the actors
and the technicians with me, with us on the stage now. Please. കണ്ടതാണ് ഞാൻ എടുത്തു പറയേണ്ട രണ്ട് പെർഫോമേഴ്സ് ആൻഡ് their performance. യദു കൃഷ്ണൻ ആൻഡ് ബൈജു, സന്തോഷ് കുമാർ അലയസ് ബൈജു, അവർ രണ്ടുപേരും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ മനോഹരമായിട്ടാണ്. ഒരു എന്റർടൈൻമെന്റ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ സിനിമയിലെ പിരിമുറുക്കം മുഴുവൻ ഒരു അയമുണ്ടാക്കുന്ന രണ്ട് പെർഫോമൻസസ് ആണ് യദു കൃഷ്ണനും. അതുപോലെ തന്നെ ഒരുപക്ഷെ നമുക്ക് ശ്രീ രാജൻ പി ദേവിലൂടെയും NF വർഗീസിലൂടെയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു സിനിമയിലെ പ്രകടനത്തിന്റെ ഒരു സുഖമുണ്ട്. ആ സുഖത്തിന്റെ ഒരു അംശം ഈ രണ്ട് കലാകാരന്മാർക്ക് തിരിച്ച് കൊണ്ടുവരുവാനോ അവർക്ക് പുതിയ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ആലേഖനത്തിൽ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുമെന്നും ഞാൻ അമിതമായി വിശ്വസിക്കുന്നു. ഇതില് ഈ കാണുന്ന എല്ലാവരുടെയും മുഖം എനിക്ക് നന്നായി ഓർമ്മ വരുന്നു. 2022-23 ഷൂട്ട് ചെയ്തെങ്കിലും ഒരു 5 ദിവസം മുമ്പ് ആ സിനിമ കണ്ടതുകൊണ്ട് എനിക്ക് എല്ലാവരെയും ഇന്നലെ ഷൂട്ടിംഗ് തീർന്നതുപോലെ തന്നെ ഓർമ്മ വരുന്നത്. എല്ലാവരും ഈ സിനിമയിൽ അവരവരുടെ ഭാഗങ്ങൾ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് എല്ലാവരെയും ഇതെല്ലാം കമ്പൈൽ ചെയ്ത് ഡയറക്ടറെയും നന്നായി ഇത് എഡിറ്റ് ചെയ്ത് ചേർത്ത് പല നല്ല ഭാഗങ്ങളും സംജത്തും മുറിച്ചു കളഞ്ഞിട്ടുണ്ട്. അതിന് എൻ്റെ വക നല്ലൊരു സമ്മാനം പിന്നെ ഉണ്ടാവും കേട്ടോ. വളരെ നല്ല ചില പക്ഷെ all what was strictly relevant have been put in place. വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഒരു ഒഴുക്ക് ഒട്ടും കെട്ടുപോകാത്ത രീതിയിലാണ്. ആൻഡ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇതിന് ഞാൻ JSK എന്നല്ല വോയിസ് ഓഫ് ജാനകി എന്ന് വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ I would request, it's a prayer to Anupama Parameshwaran, a wonderful performer in this film. ഞാൻ ഇനി എൻ്റെ മനസ്സിലുള്ളതാണ് ഒരു അവാർഡൊക്കെ കിട്ടണമെന്ന് ഞാൻ ഈ വേദിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. The performance is worth it. പക്ഷെ we would like to listen to the voice of Janaki. ഒരു ഇവന്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിലേക്ക് പോയി ഒരു കാസ്റ്റിംഗ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത് ഒപ്പിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ റിക്വസ്റ്റ് വയ്ക്കുന്നത്. ഇതെന്റെ സ്ക്രീമല്ല, ഒരുപാട് കഷ്ടപ്പെട്ട് സഫർ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുടെ സ്ക്രീമാണ്. ആ സ്ക്രീം എല്ലാവരും കേൾക്കണം. ആ സ്ക്രീമിലെ വേദന എല്ലാവരും മനസ്സിലാക്കണം. ഞാൻ സുരേഷ് ഇഷ്ടമുള്ളതാണോ? മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമേദിയവും കൂട്ടിക്കൊടച്ച് 4 നേരം വെട്ടി വിഴുങ്ങി ഏമ്പക്കവും വിട്ട് ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലുള്ള പരമനാറികൾക്ക് നായ എന്ന പേര് ചേരുന്നു, എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ ആം ഭരത് ചന്ദ്രൻ. Just remember that. It's been